മനുഷ്യരാശി വിവിധ കാലഘട്ടങ്ങളിൽ നേരിട്ട ഏറ്റവും വലിയ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാചീന യുഗത്തിൽ മനുഷ്യർ പ്രകൃതിയെ ഭയപ്പെട്ടിരുന്ന കാലത്ത് എങ്ങനെ തങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെ അതിജീവിക്കും എന്നതായിരിക്കാം ആ തലമുറയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്ന പുരാതന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യവർഗം നേരിട്ട പ്രധാന ചോദ്യം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതായിരുന്നു. ധാർമ്മികത, നീതി, ഭരണ സംവിധാനം, ആസ്തിത്വം, പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഗ്രീക്ക് തത്വചിന്ത, വേദങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ ഒക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നവയാണ്. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിലേക്കൊന്ന് നോക്കാം. അതായത് 16-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷങ്ങൾ. ആ കാലഘട്ടത്തിലെ ചോദ്യം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? സത്യം മതഗ്രന്ഥങ്ങളിലാണോ അതോ യുക്തി ചിന്തയിലാണോ? ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രബലമായ ചോദ്യങ്ങൾ. നവോത്ഥാനം, ശാസ്ത്രീയ വിപ്ലവം ഒക്കെ ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയായിരുന്നു എന്നും നമുക്കറിയാം. ഇനി 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മനുഷ്യൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ശാസ്ത്രീയമായ 1000 കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഭൂപ്രദേശങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവയൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയായി ലോകത്തിന് ലഭിച്ചു. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചോദ്യമാണ് 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായത്. നമുക്കെങ്ങനെ ഏറ്റവും മികച്ച ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും? ഇതായിരുന്നു അന്നത്തെ ചോദ്യം. വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശം, ജനാധിപത്യം ഇതൊക്കെ ഈ കാലഘട്ടത്ത് ഉണ്ടായത് തന്നെ ഈ ചോദ്യങ്ങളിൽ നിന്നാണ്. ഇനി 19-20 നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ്. മനുഷ്യൻ്റെ വികസനത്തിന് പരിധിയുണ്ടോ? ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. സാമ്പത്തികവും സാമൂഹികവുമായ വിപ്ലവാത്മകമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം ഈ ചോദ്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ആധുനിക കാലഘട്ടം, അതായത് 20-ാം നൂറ്റാണ്ട്, മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുമോ? സാങ്കേതിക വിദ്യയുടെയും ആയുധങ്ങളുടെയും പോക്ക് എങ്ങോട്ടാണ് എന്നീ ചോദ്യങ്ങളായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ സംഭാവന. അതിന് പ്രത്യേക കാരണമുണ്ട്. ലോകമഹായുദ്ധങ്ങൾ, ആണവായുധങ്ങൾ, മനുഷ്യാവകാശ പോരാട്ടങ്ങൾ എന്നിവയെല്ലാം കണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. സ്വാഭാവികമായും ആ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇനി നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ട്, ഈ സമകാലീന കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്താണ്? നമ്മുടെ ഡിജിറ്റൽ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. നിത്യജീവിതത്തിലേക്ക് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു കയറിയിരിക്കുന്ന ഈ കാലഘട്ടത്തെ ചോദ്യം AI-ക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആത്മാവുണ്ടോ? AI ഈ ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആരാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുവാൻ പോകുന്നത്? സ്രഷ്ടാവായ ദൈവമാണോ അതോ മനുഷ്യൻ സ്വയം ബുദ്ധി കൊണ്ട് സ്വന്തമായി സൃഷ്ടിച്ച ഒരു യന്ത്രമാണോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം പറയുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. എന്നാൽ ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളാണ് OpenAIയുടെ CEO ആയിട്ടുള്ള സാം ആൾട്ട്മാൻ. സാം ആൾട്ട്മാനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങൾ എന്തെന്നറിയാൻ ലോകത്തിന് കൗതുകമുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു ക്രിസ്തുവിശ്വാസി എന്ന് സ്വയം വെളിപ്പെടുത്തുകയും ലോകത്തിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകനായിരിക്കുകയും ചെയ്യുന്ന ടക്കർ കാൾസൺ സാം ആൾട്ട്മാനോട് ഇപ്രകാരം ഒരു അഭിമുഖം നടത്തി. ലോകം ശ്രദ്ധയോടെ കണ്ട ആ അഭിമുഖത്തിൽ സാങ്കേതിക വിദ്യയെക്കുറിച്ചായിരുന്നില്ല അവരുടെ ചോദ്യം. പകരം അവരുടെ സംഭാഷണം ദൈവത്തെക്കുറിച്ചായിരുന്നു. ഈ സംഭാഷണം ലോകത്തിന് നൽകുന്ന ആത്മീയവും ധാർമ്മികവുമായ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ടക്കർ കാൾസൺ സാം ആൾട്ട്മാൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നേരിട്ട് ആരാഞ്ഞു. AI നിർമ്മാതാവിൻ്റെ മറുപടി ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യനെയും ഈ ഭൂമിയെയും ഒരു ശക്തി സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ കേവലം യാദൃച്ഛികമായി ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് മാത്രമായിരുന്നോ ഇതൊക്കെ? മറ്റുള്ളവരെ പോലെ എനിക്കും ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഭൗതിക ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതായ എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതെ, അത് കേവലം യാദൃച്ഛികമായി സ്വയമായി സംഭവിച്ച അപകടം പോലെ തോന്നുന്നില്ല. ഇതായിരുന്നു സാം ആൾട്ട്മാൻ്റെ മറുപടി. അതായത് വിഷയം ഇതാണ്: ഭൗതികവാദത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്ന മനുഷ്യൻ പോലും പ്രപഞ്ചത്തിന് പിന്നിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ വിവരണത്തിനതീതമായ ഒരു വലിയ ശക്തി ഉണ്ടെന്ന് സമ്മതിക്കുന്നു. നാം വസിക്കുന്ന ഈ ലോകം വെറും ഒരു ആകസ്മിക സംഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നതിൻ്റെ സ്ഥിരീകരണമാണ് ഈ വാക്കുകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ടക്കർ കാൾസൻ്റെ അടുത്ത ചോദ്യം കൂടുതൽ പ്രസക്തമായിരുന്നു. AI പുതിയ മതം പോലെയാണ്. കാരണം AI ധാർമ്മിക നിലവാരം തീരുമാനിക്കുന്നത് ഒരു ചെറിയ കൂട്ടം സാങ്കേതിക വിദഗ്ധരാണ്. എന്നാൽ ഓൾട്ട്മാൻ അത് ഉടനെ തന്നെ നിഷേധിച്ചു. ടക്കർ കാൾസൺ ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു: AI ഒരു തരം സ്വയംഭരണാധികാരമുള്ളതുപോലെ, അല്ലെങ്കിൽ അതിൽ ഒരു ആത്മാവുള്ളതുപോലെ തോന്നുന്നു. ആളുകൾ ഇതിനെ ആരാധിക്കുന്നുണ്ട്. ഇതിനൊരു ആത്മീയ ഘടനയുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? സാം ആൾട്ട്മാൻ മറുപടി പറയുന്നു: ഇല്ല, എനിക്ക് ഇതിൽ ദൈവികമായതോ ആത്മീയമായതോ ആയി ഒന്നും തോന്നുന്നില്ല. ഞാനൊരു ടെക് വിദഗ്ധൻ മാത്രമാണ്. ഞാൻ എല്ലാറ്റിനെയും ആ ഒരു ലെൻസിലൂടെയാണ് കാണുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് വിശ്വാസികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഉണ്ടാക്കുന്ന ഒരു മോറൽ ഫ്രെയിംവർക്കിലാണ് ഓപ്പൺ AI പ്രവർത്തിക്കുന്നത്. മോഡൽ സ്പെക് എന്ന് അവരതിനെ വിളിക്കുന്നു. ഇതൊരു നിയമസംഹിതയാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളോട് AI എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, എന്ത് ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. അല്ലെങ്കിൽ AI ധാർമ്മിക തീരുമാനമാണിത്. ടക്കർ കാൾസൺ ചോദിക്കുന്നു: ഈ ധാർമ്മിക ചട്ടക്കൂട് ആരാണ് തീരുമാനിച്ചത്? ആരുമായിട്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തിയത്? ഈ ചോദ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേദപുസ്തകത്തിലേക്കാണ്. നീതിയും ന്യായവും അല്ലെങ്കിൽ തെറ്റും ശരിയും എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ നിൽക്കുന്നത് ദൈവവചനത്തിൽ മാത്രമാണ്. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന ധാർമ്മിക നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ലോകവീക്ഷണങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതെയാക്കാൻ, ശരിതെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ പുനർനിശ്ചയിക്കാൻ AIക്ക് കഴിയുമോ? ഇവിടെയാണ് നാം അടിസ്ഥാനമാക്കുന്നത് ബൈബിളിനെയാണോ അതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. ഇവർ തമ്മിലുള്ള അഭിമുഖത്തിൽ ലോകത്തിന് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം കൂടെ വന്നു. ഓപ്പൺ AI മുൻ ഗവേഷകനും കമ്പനിയുടെ അധാർമികതയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത സുജിത് ബാലാജി എന്ന ഇന്ത്യൻ യുവാവിൻ്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ചുള്ള ചർച്ചയാണത്. സുജിത് ബാലാജിയുടെ മരണം ഔദ്യോഗികമായി ആത്മഹത്യ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ടക്കർ കാൾസൺ ചോദിച്ചു: നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു പ്രോഗ്രാമർ നിങ്ങൾ ആളുകളുടെ ഡാറ്റ മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അയാൾ കൊല്ലപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? അതൊരു കൊലപാതകമല്ലേ? സാം ആൾട്ട്മാൻ പറയുന്നു: അതൊരു വലിയ ദുരന്തമായിരുന്നു. അത് ആത്മഹത്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്നു അയാൾ. മുഴുവൻ മെഡിക്കൽ റിപ്പോർട്ടുകളും അത് ആത്മഹത്യയാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ടക്കർ കാൾസൺ അവിടെ ശക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇടപെടൽ നടത്തി. മുറിച്ചു മാറ്റിയ നിലയിലുള്ള നിരീക്ഷണ വയറുകൾ, ഒന്നിലധികം മുറികളിൽ കണ്ട രക്തക്കറ, അവധി കഴിഞ്ഞെത്തിയ ഉടനെ ഭക്ഷണം ഓർഡർ ചെയ്ത വ്യക്തി, ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ലായ്മ എന്നിവയെല്ലാം കാൾസൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുജിത് ബാലാജിയുടെ മാതാപിതാക്കളും ഇത് ആത്മഹത്യ അല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ ആത്മഹത്യയോ കൊലപാതകമോ എന്തായാലും അത് പ്രസക്തമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ പുറത്തറിയിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഒളിച്ചു വെക്കുവാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അധികാരത്തിൻ്റെ ഈ ഭീമാകാരമായ ഒരു കേന്ദ്രീകരണം സുതാര്യതയില്ലായ്മയുടെയും സത്യമില്ലായ്മയുടെയും വലിയ വ്യാജങ്ങളുടെയും ഒരു വലിയ കുന്നു തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാം ആൾട്ട്മാൻ്റെയും ടക്കർ കാൾസൻ്റെയും ഈ സംഭാഷണം നമുക്കൊരു കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. AI വെറും ഒരു സാങ്കേതിക വിദ്യയല്ല, അത് മനുഷ്യൻ്റെ ആത്മീയവും ധാർമ്മികവുമായ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. AI ആരാധിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യൻ ദൈവത്തിൽ നകന്ന് സ്വന്തമായി ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയത എന്തെന്ന് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ധാർമ്മികതയുടെ തകർച്ചയുടെ ഒരു വല്ലാത്ത കാലഘട്ടം. തികഞ്ഞതും മാറ്റമില്ലാത്തതുമായ ദൈവിക ധാർമ്മികതയ്ക്ക് പകരം മനുഷ്യൻ്റെ താൽക്കാലിക താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന AI-യുടെ നിയമങ്ങൾ ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ ശക്തിയോടെ അവർ പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. അതായത് വലിയൊരു ശക്തിയുടെ കേന്ദ്രീകരണം, ലോകത്തിൻ്റെ ഭരണം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു ചെറിയ കൂട്ടം ടെക് വിദഗ്ധരുടെ കയ്യിലേക്ക് ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത്. ലോകം എത്രത്തോളം മാറിയാലും നമ്മുടെ സ്രഷ്ടാവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ വചനം മാത്രമാണ് ശാശ്വതമായ സത്യം. AI-യെ ദൈവമായി കാണുന്ന ലോകത്തിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം, നമ്മുടെ കടമ. അന്ധകാരത്തിൽ ഒരു ചെറിയ കൈത്തിരി പോലെ പ്രകാശം പരത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. AI ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗവുമായി മാറിയിരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരു കാരണവശാലും അവഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു.